21-ാം തീയതി ശനിയാഴ്ച ദൈവവചനത്തിൽ നിന്നും പറഞ്ഞ് ലാസ്റ്റ് നിർത്തിയ ഭാഗത്ത് നിന്ന് വീണ്ടും ആരംഭിക്കുക. Saturday 21st, wherever we stopped in the Word of God is where I would like to continue this morning. അവസാനമായി സഭയെക്കുറിച്ചൊരു ദൈവിക ആലോചന സ്വർഗ്ഗത്തിലെ ദൈവം പറയുവാനായിട്ടിടയായി. Lord said a great message to this church when we ended that Saturday. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം വായിച്ച സങ്കീർത്തന ഭാഗത്തും അതിന്റെ തുടർമാനമായി കാണുവാൻ സാധിച്ചു. When we see the continuity of the message in the Psalm that we read this morning. വലിയൊരു കൊയ്ത്തിനുള്ള സമയമായിരിക്കുന്നു. And there is a time for a great harvest. ദേശത്ത് നിന്ന് സ്വർഗ്ഗത്തിലെ ദൈവം വീണ്ടും നന്മ നൽകുവാൻ തുടങ്ങുന്നു. And once again God is pouring out His blessings upon the land. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Hallelujah. Praise God. ഒരു വാക്യം വേഗത്തിൽ നമുക്ക് വായിക്കാം. Let's read a verse right now. രണ്ടാമത്തെ സങ്കീർത്തനം Psalm number 2. അതിന്റെ 12-ാമത്തെ വാക്യം. Verses 12. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കുവാൻ പുത്രനെ ചുംബിപ്പി. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻ. Praise the Lord. Praise God. അവനെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും ഭാഗ്യവാന്മാർ. Blessed are all those who take refuge in Him. നമുക്കറിയാം നമ്മുടെ ദൈവം എപ്പോഴും നമ്മളോട് കോപിക്കുന്ന ദൈവമാണോ? We know if our God is always having His wrath on us. എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന കാര്യം പറയട്ടെ, കേട്ട സാക്ഷ്യങ്ങളെ വെച്ച് നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്ന് ജീവിക്കുന്നു എന്ന്. If you take the testimonies that we heard this morning, we know that our God is a living God this morning. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. He is a God of miracles. അവൻ വിടുതലിന്റെ ദൈവമാണ്. He is a God of deliverance. ദൈവം വെളിപ്പെട്ട് വരുന്നുണ്ട്. Oh, His sound is there even this morning. അനേകം രോഗ സൗഖ്യം നടന്നുകൊണ്ടേയിരിക്കുന്നു. Many people are healed. ആ സാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തീർക്കുന്നു. God makes possible what is impossible by man. ഇത് ദൈവത്തിന്റെ കൃപയാണ്. It is the grace of God. Praise God. Hallelujah. Hallelujah. Praise God. എന്നൂടെ പറഞ്ഞാൽ If I were to tell this again, ദൈവം പ്രാർത്ഥന കേൾക്കുമ്പോൾ when God listens to our prayer, നമ്മുടെ ദൈവം പറയുന്ന ചില വസ്തുതകളുണ്ട്. there are certain things that God tells us. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. And we read in the book of Revelation like this. 7 സഭകൾക്ക് ദൂത് കൊടുക്കുമ്പോൾ And when the message is given to the 7 6 churches, സഭകളോട് പറയുന്നു നിന്റെ പ്രവൃത്തി ആമേൻ ദൈവം അറിയുന്നു. It tells about 6 churches that God knows the works that you do. Hallelujah. Hallelujah. Praise the Lord. Praise God. എന്നെ കേൾക്കുന്ന ദൈവമേ, Dear children of God who hear me, കഴിഞ്ഞ ഒരാഴ്ചയിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരുന്നു. and we were in the presence of God during the last 1 നന്ദി week. അർപ്പിക്കുവാൻ ഇന്ന് പകൽ ഈ ആലയത്തിൽ കടന്നു We വന്നിരിക്കുന്നു. have come here to give Him thanks. നമ്മുടെ പ്രവൃത്തിയെ അറിയുന്ന ഒരു ദൈവത്തിന്റെ മുൻപാകെയാണ് നാം കടന്നു വന്നത്. We are in the midst of a God who knows the works of our hand. Hallelujah. Hallelujah. നമ്മുടെ പ്രവൃത്തിയെ അറിയുന്ന ദൈവത്തിന്റെ മുൻപാകെ വന്നിരിക്കുമ്പോൾ When we are sitting here in front of a God who knows the works that we do, ആ പ്രവൃത്തിയെ അവന്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ when He is seeing with His own eyes that the work that we do, praise the Lord, എന്റെ ദൈവം ഇന്നും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എന്ന് ഉറപ്പിച്ച് പറയുവാൻ കഴിയട്ടെ. and let us say that my God still listens to my prayer. Praise Hallelujah. the Lord. Praise God. Hallelujah. Hallelujah. ശ്രദ്ധിച്ചാൽ നമുക്കിവിടെ മനസ്സിലാകും. And if you pay attention, we can understand. 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ വായിച്ചത്, Verses 12 we read like this. നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ So that you might not be destroyed in the way, പുത്രനെ ചുംബിപ്പീൻ എന്ന് പറയുന്നു. kiss the Son is what is written. ഹല്ലേലൂയ. അതുപോലെ ഏറ്റവും ചേർന്നിരിക്കുവാനാണ് ദൈവം പറയുന്നത്. God says, be right next to the Son. കാരണം എന്താണെന്നറിയാമോ? You know why? ഫിലിപ്പി ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. Philippians we read like this. 3-ാമത്തെ അധ്യായം In chapter 3, അതിന്റെ 18-19 വാക്യം and 18 and 19 verses. വേഗത്തിൽ വായിച്ചോട്ടെ. ഞാൻ പലപ്പോൾ നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയും. Praise God. അവരുടെ അവസാനം നാശം. Yes. അവരുടെ ദൈവം വയറ്. Yes. ലജ്ജയായാൽ അവർക്ക് മാനം തോന്നുന്നു. Yes. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു. Praise God. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. Hallelujah. Hallelujah. Praise the Lord. Praise God. നമ്മൾ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? What do we eagerly wait for? ഇന്ന് രാവിലെ നാം ബൈബിൾ ക്ലാസ് കേട്ടു. This morning we heard from the Bible ഇവിടെ class. കാണുന്ന ചുവരുകളല്ല പ്രാധാന്യമെന്ന് നാം കേട്ടു. We understand that the walls that we see here is not what is important. Praise the Lord. സ്വർഗ്ഗത്തിലാണ് നമ്മുടെ പൗരത്വം. Our citizenship is in heaven.
Praise God. Hallelujah. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ പൗരത്വം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പരിപാടികൾ വേണമെന്നല്ലേ? And there's so many things that you need to undertake to get a citizenship here. Praise God. Hallelujah. ഏതെല്ലാം കാര്യങ്ങളിൽ കൂടെ പൗരത്വം കിട്ടുന്നത്, എന്തെല്ലാം അധ്വാനം നാം നടത്തുന്നു? Do you know how much work and effort that you need to put into just to get the citizenship? എത്ര നാളതിനു വേണ്ടി എടുക്കുന്നു? Do you know how long it takes? അതിനുവേണ്ടി എത്രമാത്രം അധ്വാനിക്കുന്നു? Do you know how much work did you put behind it? നമുക്ക് സ്വർഗത്തിലെ പൗരത്വം കിട്ടിയവരല്ലേ? And we have already gotten the citizenship of heaven. Praise the Lord. Hallelujah. ഞാൻ അമേരിക്കയിൽ വന്നിട്ട് ഒത്തിരി ദൈവദാസന്മാരെ കണ്ടെങ്കിലും And when I came to America, I saw different pastors. ചില ദൈവദാസന്മാർ എന്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ മായാതെ സ്വർഗത്തിലെ ദൈവം നിർത്തിയിട്ടുണ്ട്. A few men of God are still in my heart without and I can't forget them. അതിലൊരാണ് നിങ്ങളുടെ ദൈവദാസൻ പാസ്റ്റർ ചെറിയാൻ പി ചെറിയാൻ. And one of them is your pastor, Pastor Terry Terry. അദ്ദേഹത്തിന്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം കൂടെ മനസ്സിലായി. And when I heard from his class this morning, I understood one more thing. അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു. And his words were very profound. സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം നാം രുചിച്ചറിയുന്നവരായിരിക്കുമ്പോൾ, We have to taste the presence of the heavenly God. ഹല്ലേലൂയ, സ്വർഗത്തിലെ പൗരത്വം ലഭിച്ചവരാണ് നാം എന്ന് ഉറച്ചിരിക്കുമ്പോൾ, And when we have the understanding that we have a citizenship in heaven. praise the Lord. Hallelujah. ഉറപ്പിച്ചു പറയട്ടെ, Let me tell you once again. ദേശത്തിന് നടുവിൽ സ്വർഗത്തിലെ ദൈവം ദൈവദാസനെ കൊണ്ടുവന്നുവെങ്കിൽ, In this land, if God brought this pastor over here, അനേക പ്രതിസന്ധികളിൽ കൂടെ ദൈവം നടത്തിയെങ്കിൽ, He made him walk through trials and tribulations. ഉറപ്പിച്ചു നിർത്തുവാൻ ശക്തനായ ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, Oh, when you're in the presence of God, who can sustain him? ഹല്ലേലൂയ, Hallelujah. തന്നെ തകർക്കുവാൻ ഒരു ശത്രുവിനെ കഴിയുകയില്ല. The devil cannot destroy this great man of God. Praise the Lord. Hallelujah. ഒരു ദൈവിക പദ്ധതിയാണ്. And that is a plan of God. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, In my language, if I were to say, അദ്ദേഹം വത്തിക്കാനിൽ ഒരു കാര്യം പറയുവാനായിട്ട് and ഇടയായിട്ടുണ്ട്. he explained about something that happened in Vatican. പോപ്പ് വന്ന് ആമർ വെച്ച് അടിച്ചാലും ശരി, ഹല്ലേലൂയ, ഇതിനെ തകർക്കുവാൻ കഴിയത്തില്ല. Whether the Pope comes with a hammer and tries to destroy it, no one can destroy what has been established here. എന്നോട് ദൈവാത്മാവ് ആ സമയത്ത് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു. That is what the Spirit of the Lord told me. വളരെ ശക്തിയേറിയ അടിയടിച്ചാലും Even though it was a hard beating that is ദൈവം ഇതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. God will continually protect him. Praise God. Hallelujah. ഹല്ലേലൂയ. Hallelujah. അത് ശക്തിയേറിയ സംരക്ഷണമാണ്. And it is such a great power of God in His protection. ഹല്ലേലൂയ. Hallelujah. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് പറയുവാൻ കഴിയട്ടെ. If that is so, we should say to God like this. വചനം പറഞ്ഞത് ഇങ്ങനെയാണ്, And the word of the Lord says ഞാൻ like this. കരഞ്ഞുകൊണ്ട് നിങ്ങളോട് പറയുന്നു. And I cry and say unto you. Praise the Lord. Praise God. ഒന്നുകൂടെ വാക്യം വായിച്ചേ. Once again, let's read it. ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയും, അവരുടെ അവസാനം നാശം. അവരുടെ അവസാനം നാശം. Their end is in destruction. യെസ്, അവരുടെ ദൈവം ഫയർ. യെസ്, വായിക്കും. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അടുത്ത വാക്യം. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. They think of that is what is inside the earth. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അനേകർ ഭൂമിയിലുള്ളത് ചിന്തിക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുവാനുള്ളത് നമുക്ക് ചിന്തിക്കുവാനുള്ള ഉയരത്തുള്ളത് മാത്രമായി തീരട്ടെ. When people of the world think what is that of the world, what we need to think is that of heaven. Hallelujah. താൽക്കാലികമായിട്ട് തകർച്ചയെന്ന് തോന്നിയാലും Even though you think it is a temporary destruction, പണിയുന്ന ഒരു ദൈവമുണ്ട്. it is a God who builds up. അതാണ് നാം നേരത്തെ കേട്ടത്. That is what we heard before. ഹല്ലേലൂയ. പ്രിയ അച്ചായനെ സ്വർഗ്ഗത്തിലെ ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്. And we saw that God was building that brother up. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം തന്നെ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. The last few days, God was building and molding him അത് up. പുതിയ പണിയായി തീരുകയാണ്. And it is becoming a new building. Praise the Lord. Hallelujah. അതുകൊണ്ടാണ് തനിക്ക് ഒരു കാര്യം മനസ്സിലായത്. That is why he understood one ഇതുവരെ thing. മനസ്സിലാകാത്ത ഒരു സ്നേഹം വേഗത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു. And very quickly he understood the love that he never knew. Praise the Lord. Hallelujah. Hallelujah. Praise God. നമുക്ക് പലതും മനസ്സിലാകാതെ പോകുന്നത്. There are many times that we did not understand. മനസ്സിലാക്കി കഴിയാൻ ദൈവം ഒരുക്കുന്ന ചില മുഖാന്തരങ്ങളുണ്ട്. Oh, these are ways that God prepares so that you can understand them. Praise the Lord. Hallelujah. 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 അതുപോലെ മനസ്സിലാക്കാത്തവർ ഒന്നുകൂടെ വിളിച്ചു പറയട്ടെ. Let me tell you one more thing this morning. ഉയരത്തിലുള്ള ചിന്തിക്കുവാൻ കഴിയട്ടെ. And let us think more that is of heaven. അവിടെയാണ് ദൈവം നിന്നെ പണിയുന്നത്. God built us up. അവർക്ക് പറയുവാൻ കഴിയും, And they can say like this. നമ്മുടെ പൗരത്വമോ Oh, our citizenship. അത് സ്വർഗത്തിലത്രേ. Our citizenship is in heaven. നമുക്ക് നന്നായിട്ട് അറിയാം. We know very well. ഒരു വാഹനം വാങ്ങിച്ചാൽ If you buy a vehicle,
അതിന് പെർമിറ്റ് വേണമെന്നുണ്ടല്ലേ? You know that if you buy a car, you need a permit for it. ഒരു ഫാക്ടറി ഉണ്ടാക്കുകയാണെങ്കിൽ And let's say that you build up a factory. അതിനകത്ത് തീ പിടിക്കാതിരിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. You know that you need to have things in there so that it doesn't catch fire. ഒരു കപ്പലിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, Imagine that you're traveling in a ship. അവിടെ അതിനകത്തൊരു ചെറിയ നൗക ഉണ്ടായിരിക്കും. ചെറിയ ഒരു ചെറിയ കപ്പൽ, ചെറിയൊരു വള്ളം, എന്താ പറയുന്നത്? You know that there is a rescue boats on the side of the big ship. കാരണം എന്താണെന്നറിയാമോ? You know why? Praise the Lord. നമ്മളെ സംരക്ഷിക്കേണ്ടതിന് ദൈവം ഒരുക്കുന്ന ഓരോ വഴികളുണ്ട്. Just like this, that you have to understand that there are different ways that God has to protect you in your life. പല പ്രതികൂലങ്ങൾ നമ്മുടെ മുൻപിൽ വന്നാലും, Even though there are certain tribulations that come against your life, തകർന്നു പോയി എന്ന് തോന്നിയാലും, even though you think that your life is at a turn to destruction, നിന്നെ രക്ഷപ്പെടുത്താൻ ദൈവം ഒരു ചെറിയ മാർഗം വേറെ ഒരുക്കി വെച്ചിട്ടുണ്ട്. God has prepared a small thing to rescue you. Praise God. Praise the Lord. Hallelujah. Amen. സ്വർഗ്ഗരാജ്യത്തിലേക്ക് പോകാൻ അങ്ങനെയാണെങ്കിൽ നാം എത്രമാത്രം ശ്രദ്ധിക്കണം അല്ലേ? And if that is the way to heaven, how much more you need to praise God? എത്ര പേർക്ക് ചങ്കത്ത് കൈവച്ച് പറയാൻ കഴിയും, സ്വർഗ്ഗരാജ്യത്ത് പോകുവാൻ ഞാൻ വളരെ ശ്രദ്ധയോടെ ആയിരിക്കുന്നുവെന്ന്? How many of you can put your hands on your chest and say that I love to go to heaven? Praise the Lord. Hallelujah. 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 കർത്താവിന്റെ മേശയിലേക്ക് കിടക്കാൻ വേണ്ടി ഒരുക്കപ്പെടുകയാണ്. And we are preparing ourselves for the Lord's table. നമുക്ക് തന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. We know very well about one thing. ഒന്ന് കൊരിന്ത്യർക്കെഴുതിയ 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ In 1 Corinthians chapter 10 we read like this. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, Verse is written like this. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം, And it is the blessed table of God that blesses us. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? And it is just like the blood of Christ that we partake in. Praise the Lord. Hallelujah. നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രമായത്. And it is the same that we together we bless it. അതാണ് നമ്മുടെ ക്രിസ്തുവിലുള്ള കൂട്ടായ്മ. And that is the fellowship that we have in Christ. Praise the Lord. Hallelujah. ക്രിസ്തുവിൽ കൂട്ടായ്മ അല്ലേ? And it's the fellowship in Christ. Praise God. Praise God. Hallelujah. Hallelujah. ക്രിസ്തുവിൽ നമുക്കൊരു നല്ല കൂട്ടായ്മ. We have a good fellowship in Christ. കർത്താവിന്റെ മേശയിലേക്ക് കിടക്കാൻ പോവാ. And we are going to go into the Lord's table. അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. The next verse is written like this. എടുത്തോട്ട് വായിച്ചോട്ടെ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? Yes. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അടുത്തത് അപ്പം ഒന്നാകൊണ്ട്. വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, അപ്പം ഒന്നാകൊണ്ട് Because the bread is one, പലരായി നാം ഒരു ശരീരമാകുന്നു. Amen. all those who are different, all of us who are different become one in Christ. ഇവിടെ ഇരിക്കുന്നത് നമ്മളെല്ലാവരും പലരാണ്. All of us sitting here are different from each other. നമുക്ക് തന്നെ നന്നായിട്ട് അറിയാം നമ്മൾ പലരാണ് എന്നുള്ളത്. We know very well that each one of us are individuals. We are separated. അടുത്ത വാക്യം പറയുന്നു, The next verse says like this. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. Praise the Lord. പലരായ നാം എന്ന് നാം അംഗീകരിക്കുമ്പോൾ തന്നെ നാം ക്രിസ്തുവിൽ ഒന്ന് എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. When we understand and admit that we are separate individuals, you have to understand that in the body of Christ, we are one in unity. എങ്കിലേ ഈ കർത്തൃമേശ എടുക്കുന്നതിൽ അർത്ഥമുള്ളത്. If you believe that is true, then there is meaning in partaking from the Lord's table. Praise God. Hallelujah. കഴിഞ്ഞ ഒക്ടോബർ 18-ാം തീയതി ഒരു മിറാക്കിൾ നടന്ന വേഗത്തൊന്ന് പറയട്ടെ. Let me tell you about a great miracle that happened on October 18th. ഞാൻ ആദ്യത്തെ സൺഡേ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ആദ്യത്തെ സൺഡേ ആയിരുന്നു. And it was the first Sunday after I came to this country. വളരെയേറെ വർഷങ്ങളായി ഒരു ആന്റിയുടെ കൈക്ക് കീറി മുറിഞ്ഞ് മുഴുവൻ ദേഹത്ത് പാടായിട്ടുള്ള ഒരു ആന്റി ഉണ്ടായിരുന്നു. And there was an auntie who had several different cuts on her hand, and her hand was disfigured. ഞാൻ ശുശ്രൂഷയുടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു. And when I was ministering, the Holy Spirit told me like this. Praise the Lord. ഒരു രോഗസൗഖ്യം സ്വർഗ്ഗത്തിലെ ദൈവം നടത്തുകയാണ്. The Lord is preparing a healing right there. ഇപ്പോൾ കർത്തൃമേശ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് സംഭവിക്കാൻ പോവുകയാണ്. And at the time that she's partaking from the Lord's table, she's going to be healed. എനിക്കറിയില്ലായിരുന്നു. I did not know this. ഒരു ആന്റി ഇങ്ങനെ വിളിച്ചു പറയുവാനായിട്ട് ഇടയായി തീർന്നു. And an auntie got up and said like യോഗം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, and after the meeting she said, എന്റെ കരങ്ങളെ ദൈവം സൗഖ്യമാക്കിയിരിക്കുന്നു. God has healed my hand. Praise the Lord. Hallelujah. എന്നോട് ദൈവം ഒരു കാര്യം കൂടെ പറഞ്ഞു. The Lord told me one thing. ഇത് നിന്റെ പ്രാർത്ഥന കൊണ്ടോ നീ വിളിച്ചു പറഞ്ഞോണ്ട് നടന്നതല്ല. It is not because of what you prayed. ഇത് ഞാൻ പ്ലാൻ ചെയ്തിരുന്നതാണ്. I have already planned this. എന്നാൽ നിനക്കൊരു ധൈര്യം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത്. But it is so that you might be brave and bold and said that I told you ഞാൻ this. ഇപ്പോഴും പറഞ്ഞതിന്റെ സാരം ഇതാണ്. And what I said is that കർത്താവിന്റെ മേശയിലേക്ക് കിടക്കുമ്പോൾ when you are entering into the Lord's table, ഒന്നാകുന്നില്ല എങ്കിൽ
lead to several different destructions. Amen. Hallelujah. കാരണം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. That is what the word of the Lord teaches us. കാരണം എന്താണെന്നറിയാമോ? You know what? ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇങ്ങനെ ഒരു പദ്യം ഇങ്ങനെ ചൊല്ലുവാനായിട്ടിടയായി. And when I came the other day, I read from a poem like this. ഞാനത് വേഗത്തിൽ ഒന്ന് ചൊല്ലാം. Let me read that to you very quickly. ഒന്നെങ്ങനെ എഴുതാം. Praise God. How can you write one? Hallelujah. Hallelujah. എങ്ങനെയാ ഒന്നെന്ന് എഴുതുന്നേ? How do you write one? ഒരു വര, അത് കുത്തനെ ഒരു വര. And there is just one line from top to bottom. ഒരു കുറിയ വര. And there is just a short line. അതിന് വളവും വേണ്ട, തിരിവും വേണ്ട. There is no turns in that letter. There is nothing else. അതിന് ചരിവും വേണ്ട, കുനിയും വേണ്ട. There is no curve. There is no bend. Praise the Lord. Hallelujah. കുത്തനെ ഒരു വര, കുറിയ വര, ഒന്നെന്നിങ്ങനെ എഴുതാം. And how can you write one? Is from top to bottom a short line. നമ്മൾ ഒന്നാകുന്നുവെങ്കിൽ And if you are one, വളരെ നല്ലതാണ്. it is very good. Praise the Lord. Praise God. അതിന് ചരിവ് കാണത്തില്ല, There will not be അതിന് curves. വളവ് It കാണത്തില്ല, will not be bent. അത് കുനിഞ്ഞിരിക്കത്തില്ല. It's not going to be sloped നമ്മുടെ over. പാടിയ പാടിനകത്തുണ്ടായിരുന്ന അവന്റെ തല എപ്പോഴും The ഉയർന്നിരിപ്പാനായിട്ടിടയായി. song that we read said that his head is always lifted high. Praise the Lord. Hallelujah. എല്ലാവരും ഒന്നാണ് എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. Therefore, all of us should say that we are one in Christ. ആ പദ്യം ഇങ്ങനെയാണ് വീണ്ടും ചൊല്ലിപ്പോകുന്നത്. And the poem continues like this. ഒന്നായാൽ നന്നായി, And it is good if you are one. നന്നായി വന്നാൽ ഒന്നായി, And if you are good, then you have already ഒന്നായി become one. വന്നാൽ നന്നായി. Praise the Lord. കുത്തനെ ഒരു വര, കുറിയ വര എന്നാ പറയുന്നത്. And it says that it is one straight and short line from top to bottom. Praise God. Praise God. Hallelujah. Hallelujah. അത് സന്തോഷത്തോടെ പറയാൻ കഴിയുമല്ലേ? Can we say that with a great happiness? നമ്മളെല്ലാവരും ഒന്നാണെന്ന്. All of us are one in Praise Christ. God. Hallelujah. Hallelujah. Praise the Lord. രക്ഷിക്കപ്പെട്ട ദൈവമേ, The child of God. സ്നാനപ്പെട്ട ദൈവമേ, God, you ഒന്നാകുന്നുവെങ്കിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ നിനക്ക് കഴിയുകയില്ല. you cannot be aside from being one in Christ. Praise God. Hallelujah. 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 ആർക്കും ഒരു പ്രയാസവും ആരെക്കുറിച്ചും ഉണ്ടാകത്തില്ല. So nobody will be upset with anyone else if that is the condition. എന്റെ പാസ്റ്റർ, ഞങ്ങൾ കേരളത്തിൽ ജനിച്ചതാ. Pastor, we were born in urban Kerala. ഞങ്ങളെല്ലാവരും മലയാളികളാണ്. We are all Malayalis. ഒരമ്മയ്ക്കുണ്ടായ മക്കളാണെങ്കിലും, And we are born to one mother. ഒരപ്പനായുണ്ടായ മക്കളാണെങ്കിലും, And even though we are born to a father. വീടിനകത്തിന് യോജിക്കാൻ കഴിയുന്നില്ല. And we cannot be one in our own house. അത് ഞങ്ങൾ മലയാളികളാണ്. Because we are Malayalis. Praise God. Praise God. വചനത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. There is no commandment like that in the Word of God. മലയാളി എന്ന ഇംഗ്ലീഷുകാരന് ഒരു വ്യവസ്ഥ വേറെ ഇല്ല. There is no separation between Malayalis and English. ദൈവവചനം പറയുന്ന എല്ലാവരും ഒന്നായിരിക്കണം. The Word of the Lord says all should be united. Praise the Lord. Hallelujah. 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 രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ വേഗം അവസാനിപ്പിക്കാം. Let me end here and say two more things. കാരണം ഒന്നായിരിക്കാൻ കഴിയാത്തതിന്റെ കാരണം There is one reason why you cannot be united. വേഗത്തിൽ നമുക്കൊന്ന് വായിക്കാം. Let's read. സംഖ്യാപുസ്തകം Book of Numbers, 21-ാം അധ്യായം chapter 21, 4-ാമത്തെ വാക്യം. verses 4. പിന്നെ വായിക്കാറുള്ള അവർ ഏദോമിലേക്ക് തിരിച്ചുപോകുവാൻ ആ. ഓർ പർവ്വതത്തിന്റെ ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. ആ. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. Praise the Lord. ശ്രദ്ധിക്കണേ, ആത്മീയ യാത്രയിൽ കെട്ടിയവനല്ല, ആത്മീയ യാത്ര നാം ചെയ്തുകൊണ്ടിരിക്കുക. And we are in our spiritual journey. അതിൽ സ്വർഗത്തിലേക്കുള്ള യാത്രയില്ല. And we are in our journey to ഈ heaven. യാത്രക്കിടയിൽ In the midst of this journey, മനസ്സ് ക്ഷീണിച്ചു പോകുന്നു. and our mind is weakened. ഹല്ലേലൂയ. Hallelujah. മനസ്സ് ക്ഷീണിച്ചാൽ And if your mind is എന്താ weakened, സംഭവിക്കുന്നതെന്ന് അറിയാമോ? what happens? വേഗം വായിച്ചേ. ജനം ദൈവത്തിന് മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. Oh, praise God. Hallelujah. അടുത്ത വാക്യത്തിൽ പറയുന്നു, മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ആ. ഞങ്ങളെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്ന എന്തിന്? ആ. ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. ആ. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. ആ. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. Oh, praise God. Hallelujah. ഹല്ലേലൂയ. ജനത്തിന്റെ ഇടയിൽ പിറുപിറുപ്പുണ്ടായിരുന്നു. And there was murmur between the people at that time. എനിക്ക് കിട്ടിയ ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഇവിടെ നിന്നല്ല വേറൊരു സഭയിൽ കിട്ടിയ ഇൻസ്ട്രക്ഷൻ കൈ വെക്കരുതെന്നാണ്. എങ്കിലും നിങ്ങൾ കൈ വെക്കണ്ട, ഉള്ളിലേക്ക് ഒന്ന് സ്വോത്രം ചെയ്യണേ. സ്വോത്രം പിറുപിറുക്കാത്തവരൊന്ന് സ്വോത്രം ചെയ്ത് ആത്മാർത്ഥമായിട്ട്. And can you say a stotram this morning? Hallelujah. താങ്കളുടെ മേശയിലേക്ക് കിടക്കാൻ പോവുക. And you are going to enter into the Lord's നാം ഒരു table. അപ്പത്തിന് അംശിക. And we are united in the one ഹല്ലേലൂയ. ഒരു bread. പുതിയ നിയമം നമുക്ക് തന്നിട്ടുണ്ട്. The New Testament has been ആ given. രക്തത്തിന്റെ നിയമത്തിന് നാം അധീനരാണ്. Oh, we are underneath the blood of Praise Christ. the Lord. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ വേണ്ടി വന്നതാണ്.
വന്നതാണ്. We came here to give thanks unto God. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകൽക്കാലം ഒന്നുകൂടെ സ്തുതിക്കണമേ. This morning let us praise God. പ്രതിസന്ധികൾ മുൻപിൽ വരട്ടെ. Oh, let the presence of God പിറുപിറുക്കരുത്. not murmur against God. വഴിയിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു കരുതൽ നടത്തിയിട്ടുണ്ട്. God has prepared for you something on the ദൈവത്തിന്റെ way. ഒരു കരുതൽ നിനക്ക് വേണ്ടിയുണ്ട്. God has a plan for you on the way. അതുകൊണ്ട് നീ പിറുപിറുക്കേണ്ട ആവശ്യമില്ല. Therefore you do not have to murmur. ഇനി അടുത്തൊരു വാക്യം കൂടെ വേഗത്തിൽ വായിക്കാം. Next one more verse. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. Genesis chapter 45 verse 24. വേഗത്തിൽ. അങ്ങനെ അവൻ തന്റെ സഹോദരന്മാരെ യാത്രയച്ചു. ആ അവർ പുറപ്പെടുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് ശണ്ട കൊടുക്കുമെന്ന് അവരോട് പറഞ്ഞു. Praise the Lord. യോസഫ് തന്റെ സഹോദരന്മാരെ യാത്ര അയക്കുമ്പോൾ അവരോട് പറഞ്ഞ ഒരു വാക്യമാണിത്. And Joseph, when he's sending his brothers over, this is the verse that is written what he told them. ഇന്ന് പകൽ സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ ഏൽപ്പിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. And let me tell you something that the God gave me this morning. സ്വർഗ്ഗത്തിലെ ദൈവം പലയിടങ്ങളിലായി കൂട്ടിച്ചേർത്ത ഒരു കൂട്ടം ജനമാണ് ഈ ഫിലഡൽഫിയയിലുള്ളതെന്ന് ദൈവം എന്നോട് പറഞ്ഞു. And the Lord told me that all of us, we were in separate different places. God brought us together to this place. 21-ാം തീയതി ശനിയാഴ്ച രാത്രി ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു. And 21st on Saturday, those ഫിലഡൽഫിയയിൽ ഒന്നാമത്തെ ശക്തിയേറിയ ഒന്നാമത്തെ സഭയെന്ന് ദൈവം കണ്ടൊരു സഭയാണിത്. And God has seen this as the first church that was in Philadelphia. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഈ ദൈവജനത്തിൽ ഒന്നുകൂടെ പറയട്ടെ. Hallelujah. So therefore, let me remind you once again this morning. ഈ വഴിയിൽ വെച്ച് നിങ്ങൾ ശണ്ട കൂടരുത്. Do not quarrel on your way there. ഈ ആത്മീയ യാത്രക്കിടയിൽ നിങ്ങൾ ശണ്ട കൂടരുത്. Oh, in your spiritual journey, do not quarrel. Praise God. Hallelujah. ഈ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നല്ലേ. And it was a great day of joy that was yesterday. കുട്ടികളുടെ പ്രോഗ്രാം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ When I saw all the programs of the children. ഓരോരുത്തർ കയറി വരുന്നു, സമ്മാനം വാങ്ങിക്കുന്നു, പോകുന്നു. അവരുടെ പ്രോഗ്രാംസ് എല്ലാം ഭയങ്കര സന്തോഷം ഉണ്ടായിരിക്കാം. They're coming up, taking their prices, they're going and they're doing different programs. നിങ്ങൾ ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. And let me tell you, youngsters, once again. ഈ സമ്മാനത്തിന് വേണ്ടിയുള്ള അധ്വാനമല്ല. And we shouldn't try for the prices that we got yesterday. ഉയരത്തിൽ ചെന്ന് സമ്മാനം വാങ്ങിക്കുവാനുണ്ട്. Hallelujah, there is a great present that we അതിനുള്ള in heaven. നിങ്ങൾക്കുണ്ടായിരിക്കണം. Therefore, you need to have that zealousness in your heart. Praise the Lord. Hallelujah. ഇങ്ങനെ ഓരോരുത്തരും സമ്മാനം വാങ്ങി പോകുമ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് ദൈവം തന്ന ഒരു പ്രേരണ ഉണ്ട്. അതുകൂടെ എന്ന് പറയട്ടെ. Yesterday when I saw these people taking their presents, there's a small thought that came to me. എനിക്ക് അത് ആരാണെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറയാം. ക്രിസ്റ്റി തോമസിനെ ഇങ്ങനെ പല പ്രാവശ്യം വിളിച്ചോടുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. And there was a youngster by the name of Christy Thomas. Her name came in. പറഞ്ഞു, ഞാൻ അവളുടെ മേലെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ പകർന്നിരിക്കുന്നു. ദൈവത്താൽ അവൾ അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് ഇന്ന് മുതൽ ശക്തിയോടെ മാതാപിതാക്കൾ ഒന്നുകൂടെ വിളിച്ചു പറയട്ടെ. Let me tell you this once again. നിങ്ങളെ ഏൽപ്പിച്ചിരുന്ന ഒരു ആയുധം ഉണ്ടായിരുന്നു. And there was a weapon that was placed on your head. ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് Because you did not. അതിന്റെ പകർച്ച തലമുറയുടെ മേൽ പകർന്നിട്ടുണ്ട്. And that's why you fell over to your inheritance. Praise the Lord. Hallelujah. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. And let us pray unto God by ഈ giving. സഭയ്ക്ക് അവൾ ഒരു അനുഗ്രഹമായിരിക്കും. And may she will be a blessing to this church. Praise God. Hallelujah. 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 അത് നിന്റെ പകൽക്കാലം ഇവിടെ ഉണ്ടായിരിക്കില്ല. And if she is here this morning, അത് നിങ്ങൾ ഒന്നുകൂടെ വിളിച്ചു പറയട്ടെ. let me tell you this once again. കൈ തൊടുന്ന സ്ഥലം അത് വിടുതൽ നടക്കുവാനായിരിക്കും. Oh, the place that you touch will be healed. അത് ശക്തിയേറിയ വിടുതലായിരിക്കും. It will be a great miracle. അസാധ്യമായ ഒരു വലിയ വിടുതലായിരിക്കും അത്. It will be a great miracle that is impossible with man. Hallelujah. Hallelujah. സഭ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. And God has blessed the church so much. Praise the Lord. Hallelujah. വഴിയിൽ വെച്ച് ശണ്ട കൂടരുത്. Do not quarrel on your way. ആ കുഞ്ഞുങ്ങളെ പോലെ ദൈവകൃപ പ്രാപിച്ചവർക്ക് ഒരു വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 19:26. And Genesis chapter 19 verses 26. വായിച്ചെടുത്തിൽ ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. Praise the Lord. Hallelujah. പുറകോട്ട് തിരിഞ്ഞു നോക്കി നിന്ന് കഴിഞ്ഞാൽ ഓടിക്കോളാൻ പറയുന്നിടത്ത് ഓടാതെ പുറകിൽ വരുന്ന നന്മയെ നോക്കി നിന്നാൽ അതിന്നും അങ്ങനെ തന്നെ നിൽക്കുവാനിടയായിത്തീരുന്നു. If you have asked to run out, and if you look back looking at what you had, you
you will always stay looking back. ഇന്നും വഴിയിൽ അത് തടസ്സമായി നിൽക്കുകയാണ്. And even to this day, it is an obstruction in the way. നിങ്ങൾ ആർക്കും രക്ഷയ്ക്ക് തടസ്സമാകരുത്. None of you should be an obstruction to the way. ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. This morning, let us examine ourselves. കർത്താവേ, എന്റെ ജീവിതം, Oh Lord, my life. എന്റെ ആത്മീയ ജീവിതം, Oh, my spiritual എന്റെ life. ക്രിസ്തീയ ജീവിതം, My Christian life. ഞാൻ മുഖാന്തരം And through me, ആർക്കെങ്കിലും തടസ്സം വരുന്നുണ്ടോ? if I am an obstruction to anyone, ഞാൻ ആർക്കെങ്കിലും തടസ്സമാകുന്നുണ്ടോ? oh Lord, am I an obstruction to Praise somebody? God. Hallelujah. 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 അനേകരെ നേടിയെടുക്കുവാനുള്ള ഒരു കൽപ്പന എനിക്ക് ലഭിച്ചിട്ടുണ്ട്. And I've got the voice from God to rescue people. അടുത്ത ആഴ്ച ഞാൻ വരുമ്പോൾ Next week when I come, എന്റെ ഫ്രണ്ടിനെ കൂടെ ഞാൻ കൊണ്ടുവരും. I will bring my friend. Hallelujah. Hallelujah. ഒരു വ്യക്തിയെ കൂടെ ഞാൻ കൊണ്ടുവരും. I will bring another person to the church. ദൈവസന്നിധിയിൽ വലിയ പ്രതിഫലം പ്രാപിക്കുവാനുണ്ട്. Oh, there's great things to obtain from the Lord. Hallelujah. Hallelujah. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എന്റെ സഭ എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. This church that God gave to me, my church will be blessed. Praise God. Hallelujah. 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 നമ്മുടെ ശിഷ്യന്മാർ പേര് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. And after saying it, told the disciples, പത്രോസ് ഒന്നാമൻ. and Peter is number one. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. പത്രോസ് ഒന്നാമൻ. And Peter is number one. Hallelujah. Hallelujah. അങ്ങനെയെങ്കിൽ വീണ്ടും പറയട്ടെ. If that is all, let me tell you. ഫിലഡൽഫിയ സഭയെ. Oh, the church of Philadelphia. Hallelujah. Hallelujah. വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. The word says like this. Hallelujah. Hallelujah. പത്രോസ് ഒന്നാമനായതുപോലെ And just like Peter was number one, Pentecostal Church of Philadelphia, ഫിലഡൽഫിയ ഒന്നാമത്തെ സഭയായിരിക്കും. Pentecostal Church of Philadelphia will be a number one church in Philadelphia. കർത്താവിന്റെ വരവ് താമസിച്ചാൽ Oh, the Lord, coming of the Lord. ഹല്ലേലൂയ, എഴുതി വെച്ചുകൊള്ളുക. You have to write this ഈ down. ഒന്നാമത്തെ സഭയായിരിക്കും. Will be the best church in ആളുകളുടെ പെരുപ്പത്തിലല്ല നിറഞ്ഞത്. And it is not only ആത്മാക്കളുടെ ഒരുക്കത്തിൽ വരുന്നതായിരിക്കും. will be the preparation of the souls. Praise God. Hallelujah. 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 ആളുകളുടെ പലയിടത്തും കണ്ടേക്കാം. ആളുകളുടെ പെരുപ്പം പലയിടത്തും കണ്ടേക്കാം. Many times you might see great number of multitude of people, അവിടെ കർത്താവില്ല കേട്ടോ. but God is not there. Praise the Lord. ഞാൻ വേറെ സഭയിലേക്ക് പോയില്ല. And I've not gone to any other churches here. എന്നാൽ ഇന്ന് പകൽക്കാലം എന്നോട് പറയാം. But this morning, let me tell you, സഭയുടെ വിഷയമല്ല ഞാൻ I'm പറഞ്ഞത്. not talking about other ആളുകളുടെ churches. പെരുപ്പമല്ല വലുത്. It is not the multitude of people, ആത്മാക്കളുടെ ഒരുക്കമാണ് വലുത്. but it is the preparation of the ഇന്ന് പകൽക്കാലം people. നമുക്കൊന്നുകൂടെ ഒരുങ്ങാം. Let us prepare ourselves. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ. So that you might not be destroyed on the ഈ way. ആത്മീയ യാത്രയിൽ നിങ്ങൾ നശിച്ചു പോകാതിരിപ്പാൻ. So that you won't be destroyed in your spirit. ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് പോകട്ടെ. Think of what is above and go forward. Praise God. Hallelujah. Praise God. Hallelujah. Hallelujah. Praise God. സ്വർഗത്തിലെ ദൈവം എന്നെ ഓർപ്പിച്ചത് സ്തോത്രം ആത്മീകമായി ഒരുക്കപ്പെടുമ്പോൾ ഇവിടെയുള്ള ദൈവജനം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. And the Lord told me like this: as you prepare yourselves, you are being blessed, and your church is being blessed. ലോകത്തെ Hallelujah. നോക്കി പിറകോട്ട് നോക്കി നന്മയെ നോക്കി മാത്രം ഓടുന്ന ഒരുവനെ കുറിച്ച് ദൈവവചനം പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഹല്ലേലൂയ. അവരുടെ സാക്ഷ്യം നിമിത്തം ഞാൻ അവരെ സന്ദർശിക്കുമെന്ന് യിരെമ്യാ പ്രവചനം 5-ാം അധ്യായം അതിന്റെ 23 മുതൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അത് സംഭവിക്കുവാനിടയാകുമെന്ന്. For those who look back, just like Lot's wife, if you look back at other things, God will surely touch you, just like it's written in the book of Jeremiah. ഇന്ന് പകൽക്കാലം This morning, കർത്താവിന്റെ മേശയിൽ കിടക്കുമ്പോൾ when we are approaching the Lord's നമുക്ക് table, പറയുവാൻ കഴിയട്ടെ, can we say like this? ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു. I am in the presence of my holy God. പലരായി ഞങ്ങൾ ഇപ്പോൾ ഒന്നായിത്തീരുന്നു. All of us who are different are one in Christ. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ കുറവുകൾ നമുക്കൊന്നുകൂടെ കാണാം. Let us look at our shortcomings. ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് വീണ്ടും പ്രാപിക്കാം. Let us attain the blessings from God. സമയമൊരുക്കുന്ന ദൈവദാസൻ നന്ദി അറിയിച്ചുകൊണ്ട് I thank you, Pastor, for giving me this time. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം അപേക്ഷിച്ചുകൊണ്ട് Please do pray for me. ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. I have a wife and 2 children. ഭാര്യയുടെ പേര് ജൂലിയറ്റ്, My wife's name is Juliet. ആ മക്കളുടെ പേര് എബനേസർ ആൻഡ് ഫേബ. And Ebenezer and Faber are my kids. ഞങ്ങൾ 4 പേരെയും ഓർത്ത് പ്രത്യേക പ്രാർത്ഥന അർപ്പിച്ചുള്ള ദൈവസ്ഥാനം. Please do pray for all of us, all 4 of us, and may God bless us all.